Dear friends, we are currently in the module 5 of business intelligence. Module 5 consists of two chapters, chapter 6 and chapter 7. And I am posting two videos based upon each chapter. This first video will deal with chapter 6, that is artificial neural networks for data mining. Welcome to the slide set. So friends, നേരത്തെ പറഞ്ഞ പോലെ we are passing to artificial neural networks for data mining. See, neural network, it's a concept which was emerged as an advanced data mining tool nowadays. And almost this neural network, in a sense, this artificial neural network was inspired by biology. അതായത് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കിന്റെ മോഡൽസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടായിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, nowadays this artificial neural network stays as a very interesting model for not just for data mining alone, also for machine learning and fuzzy logic അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തഡോളജിയായി മാറിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഫോർ ഡാറ്റ മൈനിങ് in reference to business intelligence. Dear friends, you know that we are learning the paper called as business intelligence and the concept called as data mining. അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എങ്ങനെ ഡാറ്റ മൈനിങ്ങിൽ ഉപയോഗിക്കാം, അതാണ് നമ്മുടെ ചർച്ച. ഡിയർ ഫ്രണ്ട്സ്, പ്രെഡിക്റ്റിംഗ് ഗാംബ്ലിംഗ് റെഫറൻഡ വിത്ത് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഇതാണ് ഒരു ഓപ്പണിംഗ് വിഗ്നറ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സി, ദ കൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. ഒരു ഡിസിഷന് ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. I repeat, there is always a situation for the decision and you will have a proposed solution and a number of results. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഓരോ കൺസെപ്റ്റും അല്ലെങ്കിൽ ഒരു വിഷയം ഒരു ഡിസിഷനായി മാറുന്നത്. അപ്പോൾ based upon that they have giving you some basic concept called as this predicting gambling referenda with neural networks. അപ്പോൾ ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അവർ പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് വളരെ സിൻസിയർ ആയിട്ട് നോക്കാം. How does this gambling affect, അല്ലെങ്കിൽ what all are the various factors that affects this gambling എന്നുള്ള ഒരു ചോദ്യം വന്നാൽ there are many methodologies by which a gambling concept can be influenced. അതിൽ കുറച്ചാണ് സോഷ്യോ ഡെമോഗ്രാഫിക് ഇസ് വൺ ഓഫ് ദ ഫാക്ടർ, റിലീജിയസ് ഫാക്ടേഴ്സ്, അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ എൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ ഇത് എല്ലാം കൂടി ചേർന്ന്, ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്ന് ഒരു സെറ്റ് ഓഫ് ലെയേഴ്സിലൂടെ, അത് ഹിഡൻ ലെയർ എന്നാണ് അവർ പറയുന്നത്, ഈ ഹിഡൻ ലെയറിലൂടെ പാസ് ചെയ്ത് ഒരു പ്രഡിക്ഷനിലേക്ക് നമ്മൾ എത്തും. ഈ പ്രഡിക്ഷൻ, either this prediction can go right or it can go wrong. If it is right, you can say that there is a right prediction. If it is wrong, you can go for a backtracking methodology and say that your prediction was wrong. See, yes or no, whether it is right or wrong, end of the problem, you will get a solution. ഈ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അല്ല, ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഈ പറയുന്ന പ്രിഡിക്റ്റീവ് അനാലിസിസിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ യു വിൽ ഹാവ് എൻ നമ്പർ ഓഫ് ഇൻപുട്ട് ലെയേഴ്സ്, യു വിൽ ഹാവ് സോ മെനി ദിസ് ഹിഡൻ ലെയേഴ്സ് ത്രൂ വിച്ച് ദിസ് input layer data is passing, and ultimately it will generate an output layer which is the end result, and this end result can be an input for another set of problems also. So ഇത് ഒരു ഓപ്പണിംഗ് വിഗ്നറ്റിന്റെ പ്രിഡിക്റ്റിംഗ് ഗാംബ്ലിംഗ് റെഫറൻഡ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ അവർ ജസ്റ്റ് പിക്ചറൈസ് ചെയ്തൊന്ന് മാത്രം മനസ്സിലാക്കാം. ഒരർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലോട്ടറി കച്ചവടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയാം. യു ഹാവ് സീൻ ദറ്റ് government has restarted this lottery business once this lockdown things has come down. There are many people who are depending upon this lottery business actually. അപ്പോൾ ഈ ലോട്ടറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, ഞാൻ കൂട്ടത്തിൽ പറയുന്നു എന്ന് മാത്രം, അതൊക്കെ ഇതിലിപ്പോൾ വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാൽ പോലും നിങ്ങൾക്കൊരു കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ, ഈ ലോട്ടറി എടുക്കുന്ന ഓരോ വ്യക്തിയും, ആരൊക്കെയാണ് ലോട്ടറി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ വിൽ ഹാവ് എൻ നമ്പർ ഓഫ് റീസൺസ് ഫോർ ദാറ്റ്. ഇന്ന തരത്തിലുള്ള ആളുകൾ ഇന്ന തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടാണ് അവസാനം അവർ, അതിപ്പോൾ ലോട്ടറി എന്ന് മാത്രമല്ല, ഏതൊരു പർച്ചേസ് ബിഹേവിയർ, ഞാനിപ്പോൾ ഈ ഗാംബ്ലിംഗ് റെഫറൻഡ എന്ന് പറഞ്ഞപ്പോൾ ലോട്ടറി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രം. സോ ഒരു ബൈങ് ബിഹേവിയറും ബൈങ് ഡിസിഷനും ഉണ്ടാവും.
അതെല്ലാം ബേസ് ചെയ്യുന്നത് ഇൻപുട്ട് ഡാറ്റയും ഹിഡൻ ലെയേഴ്സിലൂടെയും ചേർന്നിട്ടാണ്. Now coming to the basic concepts of neural networks. See, neural networks, it is a brain metaphor for information processing. നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു ബയോളജിക്കൽ ഇൻസ്പിറേഷൻ ആണ്. ഒരു മനുഷ്യൻ്റെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു നല്ല തലച്ചോറിനകത്ത് ബയോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനിൻ്റെ അകത്ത് എങ്ങനെയാണോ ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഡാറ്റ ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നത് എന്നുള്ളതിനെ റെഫർ ചെയ്തിട്ടാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ റെഫറൽ മോഡലാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സി ഡിയർ ഫ്രണ്ട്സ്, there are many uses for artificial neural networks, including pattern recognition, forecasting, prediction, classification. See, this is just 3, 4, 5 uses I told you. There are n number of uses. And there are n number of applications also, like finance, marketing, manufacturing, operations, information systems. In the poem, see, you know that we live in a world of information age. And information and decision is one of the most precious commodities. So how can you create a good decision that is based upon sound information? And sound information comes through intelligent data and glorified and perfect processes. അപ്പോൾ ഒരു നല്ല ഡാറ്റയും നല്ല പ്രോസസ്സും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സഹായിക്കും എപ്പോഴും. ഫ്രണ്ട്സ്, ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ അകത്തുള്ള ആ ഒരു ഓർമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സി ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാം, ദർ ഈസ് സംതിങ് കോൾഡ് ആസ് സോമ എന്ന് പറയും. സോമ ഈസ് എ കളക്ഷൻ. സോമ എന്ന് പറയുന്നത് ദറ്റ് ഈസ് അതെല്ലാം കൂടി ചേർന്ന ഒരു യൂണിറ്റ്. ഇതെല്ലാം കൂടി ചേർന്നാലാണ് സോമ എന്ന് പറയുന്നത്. സോമ ഈസ് എ കളക്ഷൻ ഓഫ് സിനാപ്സ്, ഡെൻഡ്രൈറ്റ്സ്. ദർ ഈസ് സംതിങ് കോൾഡ് ആസ് എ ന്യൂക്ലിയസ് വിതിൻ ദാറ്റ് ഓൾസോ. സി, ദീസ് ഡെൻഡ്രൈറ്റ്സ് ആർ ഇൻഫ്ലോയിങ് മെത്തഡോളജീസ്. ഒരു ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ ആ ഗ്രീൻ കളറിലുള്ള ന്യൂക്ലിയസിന്റെ അകത്തേക്ക് ഡെൻഡ്രൈറ്റ്സ് ആണ് ഡാറ്റ കൊണ്ടുവരുന്നത്. based upon the data or that based upon input data that is being brought in by dendrites into this nucleus of soma, the soma creates one decision, അല്ലെങ്കിൽ it gives you an opinion, and this particular opinion of this particular soma is converted or it is transmitted through this axiom to another neuron. അപ്പോൾ ഇങ്ങനെയാണ് സത്യത്തിൽ ഒരു സോമയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷനെ ആക്സിയംസിലൂടെ നമ്മൾ അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് സിനാപ്സ് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സിനാപ്സ് ഇസ് എ കൺസെപ്റ്റ് വിച്ച് ക്യാൻ further process this information that is being provided by axons. So ഇപ്പൊ നമ്മൾ കാണുന്നത് 2 interconnected brain cells ആണ്. ഇവ തമ്മിൽ എങ്ങനെ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. സോ ഫ്രണ്ട്സ്, യു സി അതിൻ്റെ നമുക്ക് നമ്മുടെ ഒരു മാത്തമെറ്റിക്കൽ മോഡലായിട്ട് അതിനെ മാറ്റാം. സോ യു ഹാവ് n നമ്പർ ഓഫ് ഇൻപുട്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഡെൻഡ്രൈറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻപുട്സ് ആക്കി കാണാം. അപ്പോൾ ആ ഇൻപുട്സിൽ വരുന്നത് x1 മുതൽ xn വരെ, x1, x2, x3 up to xn. They are given n number of weights. x1 is given w1 weight, x2 is given w2 weight. അങ്ങനെ കൊടുക്കുന്ന വെയ്റ്റ്സിനെ കൺവേർട്ട് ചെയ്ത് ഒരു ന്യൂറോണിലേക്ക് അത് എത്തുമ്പോഴത്തേക്കും അതൊരു മാത്തമെറ്റിക്കൽ ഫംഗ്ഷനായി അല്ലേ. xi wi നിങ്ങൾ അതിനെ സമപ്പ് ചെയ്യുന്നു. ആ സമേഷൻ സം ഓഫ് പ്രോഡക്ട്സ് പറയുന്ന ഒരു കൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ ആ സമ്മേഷൻ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ശേഷം and this particular is converted as a function and provided to another this as output. So a single neuron or a processing element has n number of inputs and n number of outputs. So dendrites എങ്ങനെയാണോ ഇൻപുട്സിനെ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ ഈ പറയുന്ന നോഡിലേക്ക് ഈ പറയുന്ന ഇൻപുട്ടുകൾ ഫ്ലോ ചെയ്യപ്പെടുന്നു. And how is this axioms taking the information from soma to another neuron? Similarly, an artificial neuron ejects all its output through its output lines. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ അറിയില്ല, ഈ സിനാപ്സ് പറയുന്ന കൺസെപ്റ്റ് അതുപോലെയാണ് നമ്മളുടെ വെയിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഈ വെയിറ്റ്, സി ഞാൻ നേരത്തെ പറഞ്ഞു, സോമ ഈസ് കൺവേർട്ടഡ് ടു നോഡ്, ഡെൻഡ്രൈറ്റ്സ് ഈസ് യുവർ ഇൻപുട്ട്, axon is your output, synapse is your weight, and when this biologically is very slow എന്ന് പറയാൻ പറ്റില്ല, of course it is fast. Artificial neural networks can be further fast because you deal with this electrical impulses. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനും സാധിക്കും.
അതേസമയം just think of this. You can create only few neurons, but when you come to biological neural network, it is many neurons, 10 raised to 9 neurons വരെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിൽ സാധിക്കും. Now coming to the elements, my dear friends, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഞാൻ പറയട്ടെ. Inputs, outputs, connecting weights, summation function, and you have so many hidden layers and parallel processing happening. So ഒരു പ്രോസസ്സിംഗ് എലമെന്റ് അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് അതിനെ ആശ്രയിച്ചിരിക്കും. സോ നൗ കമ്മിങ് ടു ഫർദർ, ഒന്നും കൂടി നമുക്ക് അതിനെ ഡിസെക്ട് ചെയ്ത് നോക്കാം. സോ ഇത് ഓരോന്നും ഓരോ നേരത്തെ പറഞ്ഞ ഒരു വാചകം മറക്കട്ടെ, പ്രോസസ്സിംഗ് എലമെന്റ്. ഇത് ഓരോന്നും ഓരോ പ്രോസസ്സിംഗ് എലമെന്റ് ആണ്. സോ ഈ പ്രോസസ്സിംഗ് എലമെന്റിൽ നിന്ന് ഈ പറയുന്ന പ്രോസസ്സിംഗ് എലമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് ദിസ് പ്രോസസ്സിംഗ് എലമെന്റ് ഇസ് എ വെരി സിമ്പിൾ തിങ്. ഇറ്റ് ക്യാൻ ബി ഫർദർ ഡിസെക്റ്റഡ് ആസ് എ ബിഗ് കൺസെപ്റ്റ്. സോ വാട്ട് ഈസ് ദിസ് ബിഗ് കൺസെപ്റ്റ്? Processing element is a sum total of weightage as well as a transfer function. So this transfer function can be considered as the output decision to be transferred to next level. അവിടെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. It can be a single neuron concept or a multiple neuron concept. Single neuron എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വന്ന് it just reaches to one single concept. Whereas in a multiple neuron model, this you see this x1 and x2 reaches x1 and x2 reaches to y1 as well as y2 as well as y3. So it creates multiple decision models. Now coming to the elements of artificial neural networks. Dear friends, as I told you, you can consider x1, x2 and x3 as input devices. You have a corresponding weight, you call it as w1, w2 and w3. You have a product called as x1 into w1 plus x2 into w2 plus x3 into w3. When it is passed through a processing element, you get a result called as y, which is 1.2. See, this has to be further simplified. അതിന് നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. വാട്ട് ഈസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ? ഇത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ നമ്മൾ നോക്കുമ്പോൾ 1/1 plus e raised to minus 1.2 ആ ഒരു വാല്യൂ നമ്മൾ ഈ വൈയുടെ നമ്മളതിനെ ജനറിക് ആയിട്ട് പറയുകയാണെങ്കിൽ yt equal to 1/1 plus e raised to y എന്ന് പറയാം. So here in this model y is 1.2. So you will get yt as 0.77. Why this 0.77? You should get a value which is within 0 and 1. പൂജ്യത്തിനും ഒന്നിനും ഇടയിലുള്ള ഒരു വാല്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് യു കോൾ ഇറ്റ് ആസ് ത്രെഷോൾഡ് വാല്യൂ. അപ്പൊ ആ പൂജ്യത്തിനും ഒന്നിനും ഇടയ്ക്ക് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറയുന്നത്. യു ക്യാൻ കോൾ ഇറ്റ് ആസ് യെസ് ഓർ നോ അല്ലെങ്കിൽ ബൈനറി 0-1 അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കാം. അൾട്ടിമേറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ദർ ആർ സെവറൽ ആർക്കിടെക്ചേഴ്സ് വിച്ച് എക്സിസ്റ്റ്. ഇപ്പോൾ ആർക്കിടെക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് സോ മെനി ആർക്കിടെക്ചേഴ്സ് ഡു എക്സിസ്റ്റ്. ഫീഡ് ഫോർവേഡ്, റിക്കറന്റ്, അസോസിയേറ്റീവ് മെമ്മറി, പ്രോബബിലിസ്റ്റിക്, സെൽഫ് ഓർഗനൈസിംഗ് ഫീച്ചർ മാപ്സ്, ഹോപ്പ് ഫീൽഡ് നെറ്റ്വർക്ക്സ്, അങ്ങനെ ഒരുപാട് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. കൈൻഡ്ലി ഡു റെഫർ യുവർ ടെക്സ്റ്റ് ബുക്ക് ഫോർ ഫർദർ എക്സ്പ്ലനേഷൻ. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രിന്റഡ് നോട്ട്സും ഇത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്നുണ്ട്. Dear friends, as I told you, there are inputs, there are so many hidden layers, and through hidden layers you can create one or more output. അപ്പോൾ ആ ഹിഡൻ ലേയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം that can be simplified is using this particular H. അപ്പോൾ ആ H എന്ന് പറയുന്ന ഹിഡൻ ലേയേഴ്സിലൂടെ, so don't think that this input generates this output. There are so many hidden layers which play the intermediate roles inside this artificial neural network. Dear friends, next we will discuss about neural network architecture. നമ്മൾ പറയുന്നത് architecture of a neural network is driven by task it is intended to address. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? Classification, regression, clustering, general optimization and association. See dear friends, you need to classify a set of data. നമുക്ക് 100, 1000, 1,00,000 ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ട് 4 or 5 ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറണം. See for example, I'll just tell you, you can say 1 lakh people wrote an examination. You consider civil service examination. It is considered it is treated that around 2.5 to 3 lakh people write this particular examination and only 800 to 900 comes to the final round. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് 800 പേരെ ക്ലാസിഫൈ ചെയ്തെടുക്കുക നമ്മൾ ചെയ്യുന്നത്, വിന്നേഴ്സ് ആൻഡ് ലോസേഴ്സ് അല്ലെങ്കിൽ പാസ് ഓർ ഫെയിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഹെൽപ്പ് ചെയ്യും. ആ മോഡലിനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ മോഡൽ എന്ന് പറയാം.
റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ഒക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഷെയർ മാർക്കറ്റിന്റെ വാല്യൂസ് കൺസിഡർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന റിഗ്രഷൻ മോഡലാണ്. ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള വാല്യൂസിനെ ഒന്നിച്ച് ചേർത്ത് ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റുന്ന മെത്തഡോളജിയാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. സോ ജനറൽ ഒപ്റ്റിമൈസേഷൻ ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ബി ഡൺ പെർഫെക്റ്റ്ലി ബൈ ഹ്യൂമൻസ് ഓൺലി. ഡെഫിനറ്റ്ലി മെഷീൻസ് ക്യാൻ ഹെൽപ്പ് യു ടു ഒപ്റ്റിമൈസ്. എന്നാലും ജനറൽ ഒപ്റ്റിമൈസേഷൻ ഈസ് അനദർ മോഡൽ. സോ ദർ ആർ മെനി ആർക്കിടെക്ചേഴ്സ് ദാറ്റ് ഈസ് ബീങ് സപ്പോർട്ടഡ് ബൈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. And among that, the most popular architecture is feed-forward, multi-layered perceptron with back propagation learning algorithm. See dear friends, ഇവിടെ നമുക്ക് ലേണിംഗ് എന്ന് പറയുന്ന വാക്കിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ലേണിംഗ് ആക്ച്വലി? I have always told you there is no process called as studying, there is only process called as learning. നമുക്ക് പഠിക്കാം എന്ന് തീരുമാനിച്ചാൽ പഠനം തുടങ്ങിയാണ്. അതേപോലെ how can you teach an algorithm അല്ലെങ്കിൽ how can you teach a machine എന്ന് പറയുന്നതിനെക്കാട്ടിലും how can a machine learn? How can it create an intelligence within itself? അതിനെ എങ്ങനെ സ്വയം പഠിച്ചെടുക്കാം എന്നുള്ളത് പറയുമ്പോൾ there are two methodologies to learn, that is supervised and unsupervised learning. To define learning, a process by which a neural network learns the underlying relationship between inputs and outputs or just among the inputs. So how can you say that you are intelligent? Because you have learned certain things. Now you guys are hearing this video. നിങ്ങൾ എങ്ങനെ ഈ വീഡിയോ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ കോവിഡ് കാലത്താണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എങ്ങനെ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനു മുമ്പേ ഐ വാസ് ഓൾസോ നോട്ട് ദാറ്റ് വെരി ഞാൻ ഒരുപാട് ഇന്റൻസീവ് നോളജ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതൊന്ന് പോസ്റ്റ് ചെയ്യാൻ. അതേപോലെ വി വർ നോട്ട് യൂസ്ഡ് ടു ഓൾ ദിസ് കൈൻഡ് ഓഫ് ദിസ് വെബെക്സ് മീറ്റിംഗ്സ് ഓർ ദിസ് ഗൂഗിൾ മീറ്റ്സ്. ബട്ട് യു സീ നൗ യു ഹാവ് ലേൺ ദിസ്. എങ്ങനെ ലേൺ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. So how do you learn this? By trial and error. See, there are many inputs by which you will try various things. Ultimately, it creates a knowledge, and you can say that is a learning knowledge. അപ്പോൾ അതിൽ supervised learning ഉണ്ട്, unsupervised learning ഉണ്ട്. For supervised learning, you use prediction type problems. For unsupervised learning, you will use clustering type problems. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാം. So coming to the learning algorithm. Discrete binary continuous അങ്ങനെ പറയാം. അതിൻ്റെ അകത്ത് വീണ്ടും സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്. കമ്മിങ് ടു ദ ആർക്കിടെക്ചർ അഗെയിൻ യു ഹാവ് സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ്. then coming to the architecture also you have supervised and unsupervised. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് റിക്കറന്റ്, ഫീഡ് ഫോർവേഡ്, എക്സ്ട്രാക്റ്റർ, എസ്റ്റിമേറ്റർ, ഒരുപാട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് മെത്തഡോളജീസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ലേണിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. They are broadly classified into two methodologies or two divisions, that is supervised learning and unsupervised learning. Now coming to the supervised learning process. In more simple terms, there are three steps that is involved in supervised learning. 1. Compute temporary output. 2. Compare outputs with desired targets. 3. Adjust the weights and repeat the process. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യും ഇതാണ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ യു ക്രിയേറ്റ് എ സിമ്പിൾ ഔട്ട്പുട്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഔട്ട്പുട്ടും ഡിസൈഡ് ടാർഗറ്റ്സും നമ്മൾ കമ്പയർ ചെയ്യും. വൺസ് ദാറ്റ് ഈസ് റൈറ്റ് യു ക്യാൻ ഫിക്സ് ഇറ്റ്, എൽസ് യു ക്യാൻ കറക്റ്റ് ഇറ്റ്. അതായത് യു ക്യാൻ അഡ്ജസ്റ്റ് ദ വെയിറ്റ് ആൻഡ് റിപ്പീറ്റ് ദ പ്രോസസ് അൺടിൽ യു ജനറേറ്റ് സംതിങ് കോൾഡ് ആസ് എ നോളജ്. അപ്പൊ ഈ ഒരു കണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു ബൈനറി ടേംസിൽ നോക്കുകയാണെങ്കിൽ 0-0, നോ ആണെങ്കിൽ ഡിസൈഡ് റിസൾട്ട് ഈസ് 0 അഗെയിൻ. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ദ റിസൾട്ട് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഡിയർ ഫ്രണ്ട്സ്, സിംഗിൾ ന്യൂറോൺ ദാറ്റ് ലേൺസ് ഇൻക്ലൂസീവ് ഓർ ഓപ്പറേഷൻസ്. അപ്പൊ ഇൻക്ലൂസീവ് ഓർ എന്ന് പറയുന്ന ഈ ബൈനറി ഓപ്പറേഷൻ ഉപയോഗിച്ച് നമുക്ക് ലേണിങ്ങിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന ടേബിൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ആസ് ഐ ടോൾഡ് യു ഹാവ് എ നമ്പർ ഓഫ് ഇൻപുട്സ്. അത് അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജിലൂടെ ഒരു പർട്ടിക്കുലർ എലമെന്റിനകത്തേക്ക് പോകുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് എ ഫംഗ്ഷൻ, യു കോൾ ഇറ്റ് ആസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. കാലക്രമം കൊണ്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് വെദർ ദിസ് ഔട്ട്പുട്ട് ജനറേറ്റഡ് വാസ് റൈറ്റ് ഓർ റോങ്. ഇഫ് ഇറ്റ് വാസ് റൈറ്റ്, കൺസിഡർ ദാറ്റ് ഇസ് എ റൈറ്റ് ഇൻഫർമേഷൻ. ഇഫ് ഇറ്റ് വാസ് റോങ് ബൈ എനി മെത്തേഡ്, ഡു കറക്റ്റ് ദ പ്രീവിയസ് വാല്യൂസ്. അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയാണോ തെറ്റ് പറ്റിയത് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പോയിട്ട് റീകളക്ട് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാറുണ്ട്. ആ കറക്റ്റീവ് മെത്തഡോളജിയാണ് ഈ പറയുന്ന ബാക്ക് പ്രൊപ്പഗേഷൻ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഡിയർ ഫ്രണ്ട്സ്, ബാക്ക് പ്രൊപ്പഗേഷൻ ലേണിംഗ് അതിനിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്റ്റെപ്പ് പ്രോസസ്സിനെ നമ്മൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനീഷ്യലൈസ് വെയിറ്റ്സ് വിത്ത് റാൻഡം വാല്യൂസ്,
read the inputs and desired outputs, compute the actual output, compute the error, change the weight by working backward through the hidden layers, and repeat this 2 to 5 until the weight stabilize. നമ്മൾ നേരത്തെ പറഞ്ഞ സീൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് 3 സ്റ്റെപ്പാണ്. അതിനെ ഒരു പർട്ടിക്കുലർ ടേബിളിലൂടെ ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. Further you saw a schematic diagram, and this is a final detailed algorithm which shows you a 6-step process by which you can explain a back propagation learning. So when this back propagation learning is asked for the examination, kindly expand all these kind of things and reach to this particular algorithm and finalize this algorithm as a final answer. And meanwhile, do mention all these pictures also. Okay, fine. So friends, coming to the advantages of artificial neural networks. So quite naturally, artificial neural network ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ able to deal with highly non-linear relationships. So you try to understand non-linear functionsനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. Linear functions can be easily tackled, whereas there are many data mining algorithms which you can rely upon for this linear functions, but for non-linear complex relationships you will have to depend upon very interesting or very complex functions like artificial neural network. It can handle variety of problem types, as I told you before. Marketing ആയാലും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് ആയാലും അക്കാഡമിക്സ് ഇന്നതൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ സാധിക്കും. യൂഷ്വലി പ്രൊവൈഡ്സ് ബെറ്റർ റിസൾട്ട്സ്. ഇപ്പോൾ പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ക്ലസ്റ്ററിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിറ്റിക്കൽ കൗണ്ടർ പാർട്സ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് തരും. ആസ് ഐ ടോൾഡ് യു, സ്റ്റാറ്റിറ്റിക്കൽ കൗണ്ടർ പാർട്സ് കുറേ എണ്ണമുണ്ട്. ഒരുപാട് മോഡ് വെച്ചിട്ട് നമുക്കിതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊരു സ്റ്റാറ്റിറ്റിക്കൽ ടൂൾ തരുന്നതിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള, പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള, വർക്കബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് തരാൻ ആർക്ക് സാധിക്കും? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിന് സാധിക്കും. Now coming to the last advantage, handles both numeric and categorical variables. That is also very interesting, dear friends. See, നമ്മളിപ്പോൾ enumerated അല്ലെങ്കിൽ character see, it is very easy to tackle with numbers. ഇപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ പറയും computer is basically an calculator, so which calculates these numbers. നമുക്കറിയാം എല്ലാം ബൈനറിയിലാണ്. അപ്പോൾ കുറേ നമ്പേഴ്സിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. യു വിൽ ഹാവ് ടു ഡീൽ വിത്ത് ക്യാരക്ടേഴ്സ്, പിക്ചേഴ്സ്, വീഡിയോസ്. സി ദർ ആർ n number of ഡാറ്റ അവൈലബിൾ. അല്ലെങ്കിൽ കുറെ കാറ്റഗറിക്കൽ വേരിയബിൾസ് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ഉണ്ട്, എന്യൂമറേറ്റഡ് ഉണ്ട്. അങ്ങനെ ഡാറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റിന് മോഡൽസ് ഇങ്ങനെ ഓരോ ദിവസം പുതിയ ഡാറ്റ മോഡൽസ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് മൈനിങ്ങും വെബ് മൈനിങ്ങും ആണ്. അവിടെ നിങ്ങൾക്ക് കാണാം എത്ര തരത്തിലുള്ള ടെക്സ്റ്റ് വാല്യൂസും എത്ര തരത്തിലുള്ള വെബ് വാല്യൂസ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കറക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ട് ഡാറ്റ മൈനിങ് എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് പോലെയുള്ള കൺസെപ്റ്റ് വേണം. ഓഫ് കോഴ്സ് യെസ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് നോട്ട് free from disadvantages. See, as I always told you, in the world, if there is an advantage, there is also disadvantage. അപ്പോൾ എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ they are deemed to be black box solutions lacking expandability. See, at times അത് കുറച്ചൊരു കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ എക്സ്പാൻഡ് ചെയ്യാൻ ഇത്തിരി വിഷമമുണ്ടാവും. It is hard to find optimal values for large number of network parameters. അപ്പോൾ അത് നമ്മൾ സ്വതവേ പറയുകയാണെന്നുണ്ടെങ്കിൽ you can see that optimal design is still an art, requires expertise and extensive experimentation. See, dear friends, നമ്മൾ പറയില്ലേ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു കലയാണ് എന്ന് പറയുന്നു. See, why do you think optimization is an art? See, you have so many algorithms by which you can optimize things, but end of the day it is a human art. അതുകൊണ്ട് ഈ ഒപ്റ്റിമൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈ ലേണിംഗ് അൽഗോറിതംസ് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ implement ചെയ്യാൻ കുറച്ച് വിഷമമുണ്ട്, but definitely they are working on these algorithms. That is considered as a second disadvantage. Coming to the last disadvantage, it is hard to handle large number of variables. As I told you, x1, x2, x3, as the number of x increases, the complexity also increases. അപ്പോൾ if there are so many variables, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ലോട്ടറി പോലെയുള്ള കാര്യം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ആണെങ്കിൽ അതിൽ നമുക്കൊരു 5-10 വേരിയബിൾസ് ഉണ്ടാവുള്ളൂ. അതിനെ കൺസിഡർ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക, അടുത്ത നിമിഷം നിങ്ങൾ എന്ത് റിയാക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ഐ കാൻ പ്രെഡിക്റ്റ് ഇറ്റ്, ബിക്കോസ് there are so many factors by which a person or a student or a teacher or a human being reacts in the next very moment.
അപ്പോൾ അത്രയും കാര്യങ്ങളെ ഒക്കെ നമ്മൾ വേരിയബിൾ ആക്കിയിട്ട് മാറ്റി പിന്നെ അതിനെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. സോ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക് എത്രമാത്രം സൗണ്ടാണ്, നമ്മളുടെ തലച്ചോറിൻ്റെ അകത്തെ ന്യൂറോൺസ് എത്രമാത്രം എഫക്റ്റീവായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മളത് വളരെ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ദാറ്റ് പർട്ടിക്കുലർ റോബോട്ട് ഈസ് ട്രൈങ് ടു ടെൽ ദറ്റ് ഭാസ്കര പൊതുവാൾ ഐ ഡോണ്ട് ഹാവ് എനി ഫീലിങ്സ്. അതായത് നമുക്ക് ഫീലിങ്സ് പറയുന്ന അല്ലെങ്കിൽ വികാരങ്ങളെ നമുക്ക് കോഡ് ചെയ്യാനോ പ്രോഗ്രാം ചെയ്യാനോ വിഷമമാണ്. അപ്പോൾ ബയോളജിക്കൽ ആയിട്ടുള്ള ന്യൂറോൺസിന് ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കും. പക്ഷെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിന് അത് പ്രോഗ്രാം ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ടഫായിരിക്കും. അതാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണുന്നത്. കമ്മിങ് ടു ദ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർസ്, ഡിയർ ഫ്രണ്ട്സ്, ദർ ആർ സോ മെനി സോഫ്റ്റ്വെയർസ്. അതിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഞാൻ പറയുന്നു. ന്യൂറോ സൊല്യൂഷൻസ്, ബ്രെയിൻ മേക്കർ, ന്യൂറൽ വെയർ, ന്യൂറോഷെൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ പറയാനുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഫർദർ റെഫർ ചെയ്യാം, വിക്കിപീഡിയയിൽ നോക്കാം. Now coming to the data mining software suite, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്യൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നോർമലി PASW, ഫോർമലി SPSS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റാറ്റിറ്റിക്കൽ പ്രോഗ്രാമിംഗ് ഫോർ സോഷ്യൽ സയൻസസ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിക്കൽ പ്രോസസ്സിങ്ങിനുള്ള ഉപയോഗിക്കുന്ന ക്ലെമന്റൈൻ എന്ന് പറയുന്ന IBM ആണ് ഇപ്പോൾ SPSS എടുത്തിട്ടുള്ളത്. SPSS ക്ലെമന്റൈനെ ഇപ്പോൾ PASW എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ സോഫ്റ്റ്വെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സാസിന്റെ എന്റർപ്രൈസ് മൈനർ ഉണ്ട്, സ്റ്റാറ്റിറ്റിക്ക ഡാറ്റ മൈനർ ഉണ്ട്. സോ മെനി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർസ് ഡു എക്സിസ്റ്റ്. ഞാനത് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം, ബിക്കോസ് ദറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ സിലബസ്. സോ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് the end of chapter 6. So I'm trying to explain this chapter in somewhere around 28 to 29 minutes. അപ്പോൾ ഒരു ചാപ്റ്ററിനെ 28-29 മിനിറ്റിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഐ എം ജസ്റ്റ് ടെല്ലിംഗ് യു ദ salient features of this particular chapter. I'll just share you these slides. Please go through that textbooks. I'll share you further notes also. അപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് നോക്കുക. ഐ എം വെരി ഷുവർ ദാറ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സിലബസിൽ കവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കറക്റ്റായിട്ട് സിൻസിയറായിട്ട് പഠിക്കണം. Now coming to the second part of this module 5. അപ്പോൾ 5ാമത്തെ മൊഡ്യൂളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 5ാമത്തെ മൊഡ്യൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, there are 3 parts. അതിൽ 1ാമത്തെ പാർട്ട് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് ടെക്സ്റ്റ് മൈനിങ്ങും വെബ് മൈനിങ്ങും കൂടി വരുന്നുണ്ട്. We will go to text and web mining in the next video. Dear friends, thank you all for your patient hearing. Thank you so much.